കേരളം തദ്ദേശ പോരിന്റെ ആവേശച്ചൂടിൽ 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് പ്രഖ്യാപിച്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഡിസംബർ 9 വോട്ടെടുപ്പ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെ വോട്ടെടുപ്പ് ഡിസംബർ 11. വോട്ടെണ്ണൽ ഡിസംബർ 13. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. വോട്ടെടുപ്പിന്റെ 48 മണിക്കൂറും വോട്ടെണ്ണൽ ദിനവും മദ്യനിരോധനം. ആത്മവിശ്വാസത്തോടെ അങ്കത്തട്ടിൽ ഇറങ്ങി മുന്നണികൾ. കണ്ണൂർ കോർപ്പറേഷൻ അടക്കം തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം പിടിക്കുമെന്ന് എം വി ഗോവിന്ദൻ. സ്വാമി അയ്യപ്പൻ LDF-നെ ശിക്ഷിക്കുമെന്ന് അടൂർ പ്രകാശ്. തദ്ദേശപ്പോർ BJP-ക്ക് ഫൈനൽ തന്നെയെന്ന് രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തദ്ദേശ പോരാട്ടം തീപ്പാറും. ആധിപത്യം നിലനിർത്താൻ 3 ഏരിയ സെക്രട്ടറിമാരെ അടക്കം കളത്തിലിറക്കി CPIM. പ്രഖ്യാപിച്ചത് 93 സ്ഥാനാർത്ഥികളെ. കോഴിക്കോട് കോർപ്പറേഷനിൽ 22 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. ചലപ്പുറം ഡിവിഷൻ CMP-ക്ക് നൽകിയതിനെതിരെ കോൺഗ്രസിൽ കൂട്ടരാജി. തൃശൂർ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഗോദയിൽ ആം ആദ്മിയും 35 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജഗതി വാർഡിൽ നടൻ പൂജപ്പുര രാധാകൃഷ്ണൻ LDF സ്ഥാനാർത്ഥി. രാധാകൃഷ്ണൻ കോൺഗ്രസ് B ജില്ലാ അധ്യക്ഷൻ ഗണേഷ് കുമാറിനെ പുകഴ്ത്തിയതിന് കോൺഗ്രസ് പുറത്താക്കിയ തലച്ചിറ അസീസ് കേരള കോൺഗ്രസ് Bയിൽ. PM ശ്രീ കരാർ മരവിപ്പിക്കാൻ കേന്ദ്രത്തോട് വാക്കാൽ ആവശ്യപ്പെട്ടെന്ന് മന്ത്രി V ശിവൻകുട്ടി. പദ്ധതി പഠിക്കാൻ ഉപസമിതിയെ നിയോഗിച്ചത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിച്ചെന്നും ശിവൻകുട്ടി. കത്ത് നൽകുന്നത് ഉപസമിതി റിപ്പോർട്ടിന് ശേഷം. CPI-ക്ക് നൽകിയ വാക്ക് പാലിക്കപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ കാണാം എന്ന് ബിനോയ് വിശ്വം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരായ ചികിത്സാ നിഷേധ പരാതിയിൽ വേണുവിന്റെ കുടുംബത്തെ കേൾക്കാൻ സർക്കാർ. വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകുക. വേണുവിന്റെ ഭാര്യയുടെ മൊഴി കൂടി എടുത്ത ശേഷം. SAT ആശുപത്രിക്കെതിരെ ശിവപ്രിയയുടെ കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി K ജയകുമാറിനെ നിയമിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. നിയമനം 2 വർഷത്തേക്ക്. ബോർഡ് അംഗമായി മുൻമന്ത്രി K രാജുവിനും ചുമതല. ശനിയാഴ്ച ചുമതലയേൽക്കുമെന്ന് ജയകുമാർ. ദേഹനിന്ദയിൽ യൂട്യൂബർ RS കാർത്തിക്കിന്റെ ഖേദപ്രകടനം സ്വീകാര്യമല്ലെന്ന് നടി ഗൗരി കിഷൻ. കാർത്തിക്കിന്റെ ക്ഷമാപണം പശ്ചാത്താപം ഇല്ലാതെ, ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെയുള്ള ഖേദപ്രകടനം ക്ഷമാപണമല്ല, പൊള്ളയായ വാക്കുകൾ അംഗീകരിക്കില്ലെന്നും ഗൗരി കിഷൻ. കൊച്ചി തമ്മനത്ത് ജല അതോറിറ്റിയുടെ കൂറ്റൻ കുടിവെള്ള ടാങ്ക് തകർന്ന് വൻ നാശനഷ്ടം. ഇരച്ചെത്തിയ വെള്ളത്തിൽ വീട്ടുസാമഗ്രികൾ നശിച്ചു. വാഹനങ്ങൾ ഒഴുകിപ്പോയി. സ്ഥിതിഗതികൾ വിലയിരുത്തി മന്ത്രി റോഷി അഗസ്റ്റിൻ. നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിൽ കേരളത്തെ പുകഴ്ത്തി UAE മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക്ക്. കേരളത്തിന്റേത് മറ്റുള്ളവർ പിന്തുടരേണ്ട വലിയ നേട്ടം. കേരളത്തിന്റെ ഉദ്യമങ്ങൾ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നത്. അതിദാരിദ്ര്യമുക്തി നേടിയത് ദീർഘകാല പദ്ധതികളിലൂടെയെന്ന് മുഖ്യമന്ത്രി. അവസാനഘട്ട വോട്ടെടുപ്പിനൊരുങ്ങി ബീഹാർ. നാളെ ജനവിധി എഴുതുന്നത് 122 മണ്ഡലങ്ങൾ. 15 സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെ 1302 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. തമിഴ്നാട്ടിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ DMK-ക്ക് പിന്നാലെ CPIM-ഉം നിയമ പോരാട്ടത്തിന്. SIR-നെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. പരിഷ്കരണം ഏകപക്ഷീയവും അപ്രായോഗികവുമെന്ന് CPIM കോടതിയിൽ. 40 ദിവസങ്ങൾ നീണ്ട US ഷട്ട്ഡൌൺ അവസാനിച്ചു. 8 ഡെമോക്രാറ്റ് അംഗങ്ങളുടെ അംഗീകാരത്തോടെ സെനറ്റിൽ ഒത്തുതീർപ്പ്. ജീവനക്കാരുടെ പിരിച്ചുവിടൽ ആശങ്കയൊഴിഞ്ഞു. ധന അനുമതി ബില്ലിന് ജനുവരി 31 വരെ അംഗീകാരം. ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗ എഡിറ്റ് വിവാദത്തിൽ BBC ഡയറക്ടർ ജനറൽ രാജിവെച്ചു. ടിം ഡേവി BBC വിടുന്നത് 20 വർഷത്തെ സേവനം അവസാനിപ്പിച്ച്. ന്യൂസ് CEO ഡെബോറ ടർണസും പുറത്തേക്ക്.
ഫിലിപ്പീൻസിൽ ആഞ്ഞടിച്ച ഫങ്വോങ് ചുഴലിക്കാറ്റിൽ 4 മരണം. കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റ് ലുസോണില ദ്വീപിൽ കരതൊട്ടു. പ്രദേശത്ത് നിന്ന് 10 ലക്ഷത്തോളം ജനങ്ങളെ ഒഴിപ്പിച്ചു. ഡൊണാൾഡ് ട്രംപ് സിറിയൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച ഇന്ന്. ഒരു സിറിയൻ നേതാവ് വൈറ്റ് ഹൌസിൽ എത്തുന്നത് 79 വർഷങ്ങൾക്ക് ശേഷം. സിറിയയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കാൻ ആവശ്യപ്പെടുമെന്ന് സൂചന. മഹേന്ദ്ര സിംഗ് ധോണി സീസണിനിടെ വിരമിച്ചേക്കുമെന്ന് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ്. സഞ്ജു സാംസൺ ചെന്നൈയിലെത്തിയാൽ ധോണി നായകസ്ഥാനം കൈമാറും. രാജസ്ഥാൻ റോയൽസ് റിയാൻ പരാഗിനെയല്ല ജയ്സ്വാളിനെ ക്യാപ്റ്റനാക്കണമെന്നും കൈഫ്. അണ്ടർ 20 വനിതാ ഏഷ്യൻ കപ്പിൽ ഇന്ത്യൻ ടീം മരണ ഗ്രൂപ്പിൽ. കരുത്തരായ ജപ്പാനും ഓസ്ട്രേലിയയും ഇന്ത്യക്കൊപ്പം ഗ്രൂപ്പ് സിയിൽ. ചൈനീസ് തായ്പേയ് 4ാമത്തെ ടീം. ടൂർണമെന്റ് അടുത്ത വർഷം ഏപ്രിലിൽ. ഇന്ത്യ ഏഷ്യ കപ്പിൽ യോഗ്യതയുറപ്പിച്ചത് 19 വർഷങ്ങൾക്ക് ശേഷം. സ്പാനിഷ് ലീഗിൽ 2ാം സ്ഥാനം തിരിച്ചുപിടിച്ച് ബാഴ്സലോണ. സെൽറ്റ വീഗോയെ തോൽപ്പിച്ചത് 2-4 ഗോളിന്. ലെവൻഡോസ്കിക്ക് ഹാട്രിക്, റയലിന് സമനില കുരുക്ക്.